ഇവിടെ നല്ല രീതിയിൽ പൂക്കൾ കൊണ്ട് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഇത് പോണിസെറ്റ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു കളർ എൻ്റെ കയ്യിലുണ്ട്. ഓരോ ചെടിയും ഇതുപോലെ കുറേ അടുക്കി വെക്കുമ്പോൾ അതിന് ഓരോന്നിനും ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഇത് ജർപ്പറ എന്ന് പറയുന്ന പ്ലാന്റാണ്. അതിനോടൊപ്പം വേറെ പ്ലാന്റുമുണ്ട്. ഇതിൽ പല പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ജർബറയോടൊപ്പം തന്നെ ചൈനീസ് ബാൾസം നിൽപ്പുണ്ട്. ഇതിൻ്റെ ഹൈബ്രിഡും നാടനും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് ബിഗോണിയയാണ്. ബിഗോണിയയുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ഇതിൽ 2-3 മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് സീനിയയാണ്. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട പല ചെടികളും ഇവിടെ നല്ല രീതിയിൽ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ടർട്ടിൽ വൈനും മണി പ്ലാന്റ് അങ്ങനെ പലതരം ചെടികൾ ഇതിൽ ഉണ്ട്. സീനിയയുടെ പല കളറും നമുക്ക് ഇവിടെ കാണാം. കണ്ണാടിച്ചെടിയും അതുപോലെ തന്നെയാണ്. ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ക്രിസ്മസ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയാണിത്. ജമന്തിയുടെ ഹൈബ്രിഡാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുക. തെറ്റിയുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. വൈറ്റ്, റോസ്, യെല്ലോ അങ്ങനെ പല കളറും ഇവിടെയുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഫ്ലവർ അറേഞ്ചിങ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടിരുന്ന ചെടികൾ പലതും നമുക്കറിയാവുന്നവയും നമ്മുടെ വീട്ടിൽ ഉള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതുമായ ചെടികളായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പൂക്കൾ പലതും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് പരിചയമുണ്ടോ അറിയില്ല. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ചെടികൾ ഉണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. ഫ്ലവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭാഗം അടിപൊളി തന്നെയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡാണ്. ഇവിടെ നമുക്ക് മിനിയേച്ചറും വലിയ ഫ്ലവർ ഉള്ളതും എല്ലാം കാണാൻ കഴിയും. ഇവിടെ വാൻഡയും മൊക്കാറോയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഫ്ലവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇത് ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഇവിടെ എല്ലാം നന്നായി ഫ്ലവർ ഇട്ട് നിൽക്കുകയാണ്. സാധാരണ ഡെൻഡ്രോബിയം നമ്മുടെ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഫ്ലവർ ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിറയെ പൂക്കളാണ്. ഇത് വാട്ടർ പ്ലാന്റ്സ് ആണ്. മുട്ടപ്പായലാണ് ഇവിടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒന്നാണ് കാക്കപ്പൂവ്. അതും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ലില്ലിയും ഡാലിയയും മറ്റും കാണാൻ കഴിയും. നിങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോയോ? എനിക്ക് ചില പ്രത്യേക കാരണങ്ങളാൽ പോകാൻ സാധിച്ചില്ല. ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ടായ സീനയാണ്. സീന എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് തന്നു. അത് ഞാൻ കറക്റ്റ് രീതിയിൽ ആയിരിക്കില്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് തന്നപ്പോൾ ഞാൻ കരുതി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. ആർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഫ്ലവർ. ഇനി അടുത്ത ഫ്ലവർ ഷോ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഞാൻ പോവുകയും വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരുകയും ചെയ്യുന്നതാണ്. ഫ്ലവർ മാത്രമല്ല, നല്ല ലൈറ്റും ഉണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. വൈകുന്നേരം വരുന്നവർക്ക് ഫ്ലവറും കാണാം, അതിനോടൊപ്പം ലൈറ്റും കണ്ട് തിരിച്ച് മടങ്ങാം. അതായിരിക്കും സൗകര്യം. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് മിസ്സാവുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ലൈക്കും കൂടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.